നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ ഇനി കേവലം 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഗൂഢാലോചന കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നതാണ് കേരളം കാതോർക്കുന്ന കാര്യം. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് അതിജീവിതയുടെ അഭിഭാഷകരുടെ പ്രതീക്ഷയുമുണ്ട്. കടുത്ത മാനസിക സംഘർഷമാണ് അതിജീവിത അനുഭവിച്ചത്. 1-ാം പ്രതിക്ക് ഉറപ്പായും ശിക്ഷ ലഭിക്കും. ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകിക്കൊണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അതിജീവിതയുടെ അഭിഭാഷക TB മിനി പ്രതികരിച്ചു. കേസിൽ വിധി വരുന്നുവെന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിഷയത്തിലൊരു അവസാനം ഉണ്ടാകാൻ പോവുകയാണല്ലോ. കഴിഞ്ഞ 8 വർഷമായി അതിജീവിത കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രോസിക്യൂഷൻ ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഹാജരാക്കിയ തെളിവുകൾ മുഴുവൻ കോടതി അംഗീകരിക്കണമെന്നില്ലെന്നും അഭിഭാഷകർ വ്യക്തമാക്കി. തെളിയിക്കപ്പെടാൻ സാധ്യത കുറവുള്ള ഒന്നാണ് ഗൂഢാലോചന. ചെറിയ തെളിവുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കപ്പെടാനും വെറുതെ വിടാനും സാധ്യതയുണ്ട്. മതിയായ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസമെന്നും അഭിഭാഷകർ പറയുന്നു. താൻ തന്നെയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് ചാനലിൽ വന്നൊരു പ്രതി ഏറ്റുപറഞ്ഞത് ഈ കേസിൽ മാത്രമാണ്. 1-ാം പ്രതിയെ ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 8-ാം പ്രതിയുടെ കാര്യത്തിലാണ് കോടതി കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. നീതി ലഭിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളതെന്നും അഭിഭാഷക കൂട്ടിച്ചേർത്തു. ഡിസംബർ 8-നാണ് കേസിൽ അന്തിമ വിധി. എല്ലാ പ്രതികളും അന്നേ ദിവസം ഹാജരാകണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവത്തിന് ഇനി 2 നാൾ മാത്രം ബാക്കി നൽകി വിചാരണയിലെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചുവെന്ന വിവരമാണ് പുറത്തുവന്നത്. നടി ആക്രമിക്കപ്പെട്ടത് 5-ാം ദിവസമാണ്. പിണറായി വിജയന് മെസ്സേജ് അയച്ചത് ഇതേ ദിവസമാണ്. തെറ്റു ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലെന്നാണ് മെസ്സേജ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2017 ഫെബ്രുവരി 22-ന് രാവിലെ 9:22-നാണ് ദിലീപ് മെസ്സേജ് അയച്ചത്. വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപ് നിലപാടെടുത്തത്. ആകെ 10 പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന വിധിയാണ് 8-ാം തീയതി വരാനിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഒരാൾ കൊട്ടേഷൻ കൊടുക്കുന്നത്. അത്തരത്തിലൊരു കൊട്ടേഷനാണ് ദിലീപ് അതിജീവിതയ്ക്കെതിരെ കൊടുത്തത്. എന്തായാലും 8 വർഷത്തിൽ മുകളിൽ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി വിധി പ്രസ്താവം നടത്താനൊരുങ്ങുന്നത്. 8-ാം പ്രതിയായി ദിലീപ് രക്ഷപ്പെടുമെന്നാണ് ദിലീപ് ഫാൻസും ക്യാമ്പുമൊക്കെ വിശ്വസിക്കുന്നത്. ഭാഭ എന്ന ദിലീപിൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ റിലീസും അന്നേ ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് ചെന്നൈയിലെ വീട്ടിൽ നിന്നും ആലുവയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ദിലീപ് പ്രതിസ്ഥാനത്തു നിന്നും മാറുമെന്നും കുറ്റവിമുക്തനാകുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്.